want to become an astronaut. You, Rafiq? Doctor. Me too. Ajay? What do you want to become? I want to become a soldier. Ami, that's enough. Yes, Ajay? I want to become a soldier, sir. This is going to be your home for the next 3 years. Your day will start at 5:30 a.m. sharp. Pay attention, Olympians! Good morning, Olympians! And you will not get a single moment to rest till you go to bed at 10 p.m. Come fast! अरे क्या कर रहा है? जल्दी कर, जल्दी कर! इधर क्या देख रहा है नीचे? जाओ! अरे संभल के ठीक से कर! Come on! क्या कर रहा है? संभल के! Come on, run! You will all be part of your respective squadrons, and each one of you will try to make your squadrons the best. You may miss your parents, your home, and your school days, but here you all are going to become real men. For the first 6 months, you will not be allowed to leave this campus. This means no booze, no partying, and no girls. Is that clear? Yes, sir! Louder! Yes, sir! നീ ഇങ്ങനെ ഡെസ്പറേറ്റ് ആവാതെ, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഹോൾഡ് ഓൺ. ഫോർ ഹൗ ലോങ്? 3 മാസം? അതോ 6 മാസം? അതോ ഈ 3 വർഷം മുഴുവനോ? നീ പറ. എൻ്റെ ആറ്റിറ്റ്യൂഡിനോ എൻ്റെ അംബീഷനോ പറ്റിയ സ്ഥലമല്ല ഇത്. ഇനിയും ഞാനിവിടെ തുടർന്നാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായി പോകും. ചിലപ്പോൾ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലായിരിക്കും എൻ്റെ. നമുക്കൊന്ന് പുറത്തു പോയാലോ? ആദ്യത്തെ 6 മാസം അതിവർ പറയുന്നു. നിനക്ക് പോണോ? പിടിച്ച ഇവർ നമ്മളെ കൊല്ലും. പിടിച്ചാലല്ലേ? വാനം തിരഞ്ഞേ കനവുകൾ ചൂടി പറന്ന് വെൺപകൽ കിളി പാട്ടുമൂളി പോകയോ കൂടെ ആരോ പീലി വീശും തെന്നലോ വിൺതാരം കതിരിട്ട് വെള്ളാരം മുകിലുകൾ കണ്ണാടിക്കളി മുറ്റം തേടിയോ രാക്കാലം വെളുപ്പിക്കും വട്ടാരം വിളക്കിന് മൂവന്തിപ്പടി വരെ കൂട്ട് പോകയോ തിരഞ്ഞേ കനവുകൾ ചൂടി പറന്ന് വെൺപകൽ കിളി പാട്ടുമൂളി പോകയോ കൂടെ ആരോ പീലി വീശും തെന്നലോ
പാട്ടുമൂളി പോകയോ കൂടെ ആരോ പീലി വീശും തെന്നലോ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് ബൈക്കിൻ്റെ വാടക കൊടുക്കാൻ പൈസ ഉണ്ടോ നമ്മുടെ കയ്യിൽ? അമ്മ പറഞ്ഞതിനേക്കാൾ 1 മണിക്കൂർ കൂടുതലായി. സാരമില്ല. कैडेट अजय और कैडेट सुदेव को मार्चिंग करें। कैडेट 35102 कैडेट अजय, कैडेट 35114 कैडेट सुदेव, सामने से तेज चल। (35102) Oscar Squadron Cadet Ajay and 35114 Oscar Squadron Cadet Sudev. I have come to know that at 10:20 hours on the 28th of April, you went out of the academy without permission and entered into a physical fight with a civilian in a public place. Do you realize the seriousness of what you have done? Do you? Sir, that man was... You could have just called the police. You had absolutely no right to get involved in such an affair. Sir, we were... Not we. You. You started it. He was just dragged into it. And remember, neither the girl nor her parents have made any complaint regarding this matter to the police. Then why did you get involved? What you both have done is in complete contravention to the standing orders of the academy. Do you plead guilty or not? Cadet Ajay and Cadet Sudev, you are relegated to the junior course with immediate effect. You are going to lose an entire term. Do you understand? Yes, sir. Sir, I'm leaving NDA. Say that again. Sir, I'm leaving NDA. Cadet Ajay, I'm willing to give you a second chance. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ എത്തിയത്. ഇവിടുന്ന് പോകാനുള്ള ഈ തീരുമാനം എടുക്കുമ്പോൾ നിന്റെ ലൈഫാണ് നീ പകരം വയ്ക്കുന്നത്. ഓർത്തോ? കൺമുന്നിലൊരു ക്രൈം നടക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് അതിനേക്കാൾ വലിയ ക്രൈമായി കാണുന്ന ഒരു സ്ഥലത്ത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്താലാണ് ഞാൻ എൻ്റെ ലൈഫിനെ പകരം വെക്കുന്നത്. जय हिंद सर. जय हिंद. എനിക്കറിയില്ല ചെയ്യുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. ഐ റിയലി ഡോണ്ട് നോ. എന്താണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിന് വേണ്ടി എന്ന പേരിൽ സ്വയം കഷ്ടപ്പെടുത്തുന്നു. നാളെ എവിടെയെങ്കിലും മരിച്ചു വീണാൽ അതിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടിയേക്കും. അതോടെ തീർന്നൊരു പട്ടാളക്കാരൻ്റെ ജീവിതം. എനിക്കിനി അത് വേണ്ട. യുദ്ധത്തിൽ കാണാതായ ഒരുപക്ഷെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ഇടയില്ലാത്ത സോൾജേഴ്സിന് വേണ്ടിയുള്ളതാ ഈ ടേബിൾ. അവരെന്തെങ്കിലും തിരിച്ചെത്തിയാൽ ഇവിടെ അവർക്കായി ടേബിൾ ഉണ്ടാവും. എന്നും. വേറെ എവിടെ ഉണ്ടടാ ഇതുപോലെ ഒന്ന്? എന്നെ സംബന്ധിച്ച് ഈ പണിഷ്മെൻറ്റ് ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ്. പക്ഷെ മാർക്ക് മൈ വേർഡ്സ് അജയ്, ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു സോൾജറായിട്ടായിരിക്കും. കുറച്ച് പേപ്പർ വർക്ക്സ്, 2 ലക്ഷം രൂപ പെനാൽറ്റി, പിന്നെ എൻ്റെ ഫ്യൂച്ചർ മറ്റെവിടെയോ മറ്റെന്തോ ആണെന്ന തിരിച്ചറിവ്. ഇത്രയും മതി എനിക്ക് ഇവിടെ നിന്ന് പോകാൻ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഐ എം ലീവിങ് ഇന്ത്യ. സത്യം പറ, നിനക്കവിടെ കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നോ? പിന്നെ നല്ല ഉഗ്ര ഫുഡല്ലേ അവിടെ. Is it?
വാട്ട് ഇസ് ഇറ്റ് അജയ്? വാട്ട് ഇസ് ഇറ്റ്? അത് ഇതിൻ്റെ കൂടെ തന്നെ പറ്റിയതാ. അപ്പോൾ ഇതെങ്ങനെ പറ്റിയതാ? സത്യം പറ. ആ മോഹൻ വന്നു. മോഹൻ നിന്നോട് സംസാരിക്കണമെന്ന്. ആ മോഹൻ, അവൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. അവരെന്നെ വിളിച്ചിരുന്നു. നെക്സ്റ്റ് വീക്ക് തന്നെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. What happened? Hey, അജയ് എന്തൊക്കെയാ പറയുന്നേ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഈ ലാസ്റ്റ് മിനിറ്റിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും അജയ്? കഴിഞ്ഞ 6 മാസമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പകുതി പോർഷൻ പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കണ്ടുപിടിക്കണം. ബൈ സരൽ. ബൈ. കോമ്പറ്റീഷൻ ഇനി 6 ദിവസമേ ഉള്ളൂ. അക്ക എരട്ടി. അതാ ഈ നോൺ സ്റ്റോപ്പ് റിഹേഴ്സൽസ്. ശ്രീപ്രദ ആന്റി? അമ്മയ്ക്കൊന്നും അറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പറയണ്ടേ? എല്ലാം സെറ്റിലായിട്ട് പറയാമെന്ന് പറഞ്ഞു. അജയ്, just hold this. ഒരു കോച്ചിങ് സെന്ററിൻ്റെയാ, ഒന്ന് വായിച്ചു നോക്ക്. ആ കൽപ്പന മാം, അവരെത്തി. യാ, ജസ്റ്റ് 10 minutes. ഞാൻ അജയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എത്താം. ഓക്കെ മാം. ഡോക്ടർ ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ 2-3 ദിവസം കൈ സ്ട്രെയിൻ ചെയ്യരുതെന്ന്. ഓക്കെ. ഹലോ ശ്രീപ്രദ, യെസ്, ഞാനാണ് സിദ്ധാർത്ഥ്. ഇപ്പോ സംസാരിക്കാവോ? യെസ്, ഹൗ ആർ യു? ഐ എം ഗുഡ്. ഡ്രൈവ് ചെയ്യാണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. അജയെ കുറച്ചുനാള് എറണാകുളത്തേക്ക് വിടുവോ എൻ്റെ കൂടെ നിൽക്കാൻ? എന്താ പെട്ടെന്ന്? എനിക്ക് നല്ല സുഖമില്ല. ഐ എം ഓൺ ട്രീറ്റ്മെന്റ്. കുറച്ചുനാള് അജയുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. Just buy something. Are you there? Yeah. അജയ് എൻ്റെ ഒപ്പം ഉണ്ട്, സംസാരിച്ചോളൂ. സ്പീക്കർ ഫോണില. ഹലോ അജയ്. ഹലോ, അപ്പയാണ്. ആരാണ്? ഇപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പോ ഹോളിഡേയ്സ് ആണ്. ഒന്ന് ഫ്രീ ആവുമെങ്കിൽ കം ഡൗൺ ടു കൊച്ചിൻ. അമ്മയോട് ചോദിച്ചിട്ട് പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ വിളിക്കാം. ശരിക്കും വീക്കാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. അങ്ങനൊരു ജഡ്ജ്മെന്റ് നടത്താൻ
നീ എത്ര തവണ കേട്ടിട്ടുണ്ട് ആ ശബ്ദം? We can probably involve our head office in New Delhi. It will make things easier. Sure, I can get you the required details in 2 days. Oh, that would be great. Thank you. Michael, do you guys want to read this once again? Yeah, sure. Without the way that we see it. മാം, രജിസ്റ്റർ പോസ്റ്റ് ഫോർ യു. तुमको पाया है तो जैसे खो इसमें अगर एक्सपोजर है ആ अगर എന്താ നേരത്തെ एक स्विमिंग നമ്മൾ തമ്മിൽ ഒരു സീക്രട്സും ഇല്ല എന്നാണ് ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത്. ഇന്ന് വരെ എക്സസൈസിനിടയ്ക്ക് വീണു അല്ലേ? ഇപ്പൊ ഹോളിഡേസ് ആണല്ലേ? ഹൗ കുഡ് യു ഡു ദിസ്? എനിക്ക് അവിടെ പറ്റുന്നില്ലമ്മ. നിന്റെ പ്രായത്തിൽ NDAയിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും തോന്നുന്ന ഫീലിംഗ് ആണത് ആദ്യം. പിന്നെ യു ഗെറ്റ് യൂസ് ടു ഇറ്റ്. എന്റെ അവിടുത്തെ ലൈഫിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും? അജയ്, നിന്റെ ചോയ്സ് ആയിരുന്നു NDA. നിന്റെ. മറ്റ് കരിയർ ഓപ്ഷൻസ് ഒന്നും പറയാൻ പോലും നീ എന്നെ അന്ന് അനുവദിച്ചിട്ടില്ല. അമ്മ ഐ അഗ്രി. പക്ഷെ മറ്റു കാരിയേഴ്സിനെ പോലെ അല്ല ഇത്. മറ്റു കോളേജസിനെ പോലെ അല്ല NDA. അത് ഞാൻ മനസ്സിലാക്കിയതും അല്പം ലേറ്റ് ആയിട്ടാ. ആൻഡ് ഡോണ്ട് ബ്ലെയിം മീ ഫോർ ദാറ്റ്. ഐ വിൽ ബ്ലെയിം യു ഫോർ ദാറ്റ്. നിനക്ക് തിരികെ പോരാനായിരുന്നെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോരായിരുന്നല്ലോ. അതിനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ മോഹൻ, ഹായ്. എത്ര മാസങ്ങൾ നീ അവിടെ ഉണ്ടായിരുന്നു? അത്രയും നാളെടുത്തോ അതല്ല നിന്റെ ലൈഫ് എന്ന് തിരിച്ചറിയാൻ? നീ അവിടെ നിന്ന് പോന്നത് എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിന്റെ പെനാൽറ്റിയായി 2 ലക്ഷം രൂപ കൊടുക്കണം. ദാറ്റ് ഐ മാനേജ്. പക്ഷെ നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഈ ഡിസിഷൻ എടുത്തതാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്യുന്നത്. ഒരു ഡിസിഷൻ ഞാൻ തന്നെ എടുക്കട്ടെ അമ്മ. അജയ്, കൂൾ ഡൗൺ മാൻ. അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ ഇടപെടാൻ who the hell are you? അജയ്! അമ്മ, ഞാൻ അമ്മയോടാണ് സംസാരിക്കുന്നത്. ഔട്ട്സൈഡേഴ്സ് എന്നൊരു കാര്യമില്ല. മോഹൻ എനിക്ക് ഔട്ട്സൈഡർ അല്ല. എനിക്കാണ്. ഒരു ജീവിതം മുഴുവൻ നിന്റെ മുന്നിൽ ബാക്കിയുണ്ട്. നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് വെച്ച്. ഹലോ. ഞാൻ വരാം. ഐ ഫുള്ളി സപ്പോർട്ട് യുവർ ഡിസിഷൻ. പക്ഷേ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പോവരുത് അച്ഛനെ കാണാൻ. എൻ്റെ അമ്മയുടെ ലൈഫിൻ്റെ പ്രൈം. എനിക്കൊരു അച്ഛന് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിയ ടൈം. ആ സമയത്താണ് അയാൾ ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളുടെ മുഖം പോലും ഓർമ്മയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഏതൊരാളെ കാണാൻ പോകുന്ന ഫീൽ, അത്രേ ഉള്ളൂ. But Ajay, he's your father. ഇവിടെ നല്ല ദോശ കിട്ടും. നിനക്ക് വേണോ? No. എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം ആവശ്യം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തേക്ക് ഞാനിപ്പോൾ പോകുന്നു. അജയ്,
അജയ് അല്ലേ? അല്ല. ഓ സോറി. രവിശങ്കർ, your father's brother. No. Okay, come. Please. കേരളം ടച്ച് ചെയ്തപ്പോഴും ഉണർന്നതാണോ അല്ലേ? അല്ല, കേരളം എത്തുമ്പോഴേക്കും നല്ല ഒന്നാന്തര റോഡല്ലേ? ഹലോ അമ്മ, ഞാൻ കാറില്ല, വീട്ടിലേക്കായിരിക്കും. ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ബൈ. എത്ര മണിക്കാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു 9 o'clock. വൈഫൈ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു സർഫ്, പ്ലീസ് ടെൽ മീ ഇഫ് ദർ ഇസ് എനിത്തിങ് യു വോണ്ട്. If there is anything I want. ഞങ്ങൾക്ക് ഒരിടം വരെ ഒന്ന് പോകണം. അധികം താമസിക്കില്ല. ഫിലിപ്പ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും കൊണ്ടുവരണോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ? ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ബോധരേഷനാവുണ്ട്. എവിടെ വേണേലും പോവുകയോ എപ്പോൾ വേണേലും തിരികെ വരികയോ ചെയ്തോളൂ. ഞാനതാ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോൾ 5 വയസ്സല്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാനറിയാം. ആളോട് സംസാരിച്ചോ? ഇല്ല. റിപ്പോർട്ട്സ് എങ്ങനെയുണ്ട്? നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി മറ്റു ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. കുറച്ച് റിപ്പോർട്ട്സ് കൂടി വരാനുണ്ട്. എത്രയും പെട്ടെന്ന് മകനോട് സംസാരിക്കണം. ഹീസ് അവർ ഓൺലി ഹോപ്പ്. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു വാത്സല്യം. പുള്ളി ഇതൊക്കെ എത്ര നാൾ എവിടെ കൊണ്ടുവച്ചിരിക്കുമെന്ന് തോന്നും പ്രകടനം കണ്ട്. അതെന്താ? ഒരുതരം ഇറിറ്റേറ്റിംഗ് കോൺസേൺ. വീടെങ്ങനെയുണ്ട്? ക്വൈറ്റ് ഗുഡ്. അല്പം ടേസ്റ്റ് ഒക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. കുടിക്കാൻ വല്ലതും എടുക്കണോ? ഓ, ആരാത്? ഇവിടുത്തെ ജോലിക്കാരനാ. സരൾ, ഹൗസ് ദിസ്? ഇറ്റ്സ് നൈസ്. പറയാൻ പറ്റില്ല. ചിലപ്പം വകലന്റെ അങ്കിളൊക്കെ ആയിട്ട് വരുമായിരിക്കും. ചോദിക്കാൻ വിട്ടുപോയി. വാട്ട് ഡസ് യുവർ ഫാദർ ഡു? ഹലോ ഹലോ അജയ്. Yeah, I'm here. Is your father working? He's a lawyer. ഇന്നലെ രാത്രി അവർ വന്നത്. 2 പേരുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു. പിന്നെ അനിതയ്ക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ഓഫർ ചെയ്തു. ഒന്നും നടപ്പില്ലെന്ന് വന്നപ്പോൾ ടോൺ മാറി. പിന്നെ ഭീഷണിയായി. അതിലൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ വെച്ച് എപ്പോ എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. വരൂ സാർ, ഇരിക്കെ.
ഒരു പോലീസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. നാളെ കേസിൽ ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കും. ഡോക്ടർ എന്ത് പറഞ്ഞു? അതേ മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പോലീസിനെ വിളിക്കാം. ലൈറ്റ്സ് ഓഫ്. ആരാത്? അജയ് മോനെ, അജയ് മോനെ, അങ്ങോട്ട് പോകണ്ട. അജയ് എന്തുപറ്റി? ഇത് രണ്ടാമത്തെ തവണയാ സാറേ രാത്രിയിലുള്ള ഈ കല്ലേറ്. ആരുടെങ്കിലും മുഖം കണ്ടായിരുന്നോ ക്ലിയർ ആയിട്ട്? കണ്ടു. എൻ്റെ മകനാ അജയ്. ഓ സർ, ബ്രദർ ഉണ്ടായിരുന്നില്ലേ കൂടെ? ഒന്ന് പുറത്തേക്ക് പോയതാ, ഇപ്പോൾ എത്തും. സർ, ഒരു കംപ്ലൈൻറ്റ് എഴുതി വെച്ചിരുന്നാൽ മതി. ഞാൻ രാവിലെ ഇവിടെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ, ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും ഇവിടെ പോസ്റ്റ് ചെയ്യാം സർ. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ എന്നാ. ആ, ഓക്കെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. സാർ ഈ കേസിൽ നിന്ന് പിന്മാറണം. ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ കേസ് ഏൽപ്പിച്ചോളാം. സാറിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല. ഏതവസ്ഥ? വേണുക്കുട്ടൻ സാർ പറ, ഏതവസ്ഥ? 22-ാം തീയതി അടുത്ത ഹിയറിങ്. ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ ഇടയിൽ അത് മറക്കണ്ട. ഗുഡ് മോർണിംഗ് സർ. ഐ എം ആനന്ദ് ചന്ദ്രശേഖർ, KT ചന്ദ്രശേഖറിൻ്റെ മകൻ. ഇരിക്കെ. താങ്ക് യു. ഞാനെന്നാ സാർ ഇരിക്കേ. അച്ഛനും സാറും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലേ? ഞാൻ ഈടെയാണ് അറിഞ്ഞത്. ക്ലാസ്മേറ്റ്സ് അല്ല, കോളേജ് മേറ്റ്സ്. എൻ്റെ 2 വർഷം ജൂനിയർ ആയിരുന്നു അദ്ദേഹം. ഞാനിപ്പോൾ വന്നെന്തിനാണെന്ന് സാറ് മനസ്സിലാക്കണമല്ലോ. ഇല്ല, അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹീസ് ഓൺ ട്രീറ്റ്മെൻറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ട്രബിൾ ചെയ്യരുത്. ആനന്ദിൻ്റെ അച്ഛനെ ഈ കേസിൽ പെടുത്തിയിരിക്കുന്നത് ഞാനല്ല, ഈ രാജ്യത്തെ നിയമമാണ്. സർ, ഞാനും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. സാറ് വിചാരിച്ചാൽ അച്ഛൻ്റെ കേസിൽ ഉണ്ടാവില്ല എന്നെനിക്ക് നന്നായി അറിയാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു ബിസിനസ് ഡീൽ പോലെ ഇത് സംസാരിക്കണമല്ല, ഒന്നും അങ്ങോട്ട് ഓഫർ ചെയ്യാനുമല്ല. പ്ലീസ് ലീവ് മൈ ഫാദർ ലോൺ. ആര്യ കേസുമായി അച്ഛന് ഇനിയൊരു ബന്ധം ഉണ്ടാവരുത്. ഞാനീ പറഞ്ഞത് ഒരു പ്ലീഡോ റിക്വസ്റ്റോ ഇനി അതുമല്ലെങ്കിൽ ത്രട്ടോ ആയി നിങ്ങൾക്ക് എടുക്കാം. ഫിലിപ്പേ, ഇന്ന് വൈകുന്നേരം ആ തിരുമുകാരൻ വരും. അതിനാവശ്യമായ മരുന്നുകളൊക്കെ വാങ്ങിച്ചേക്കണം.
അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് ചെന്നിനായകത്തിന്റെ ഇല കൂടെ മേടിക്കാം. നടുവേദനയ്ക്ക് നല്ല ബെസ്റ്റാ. ആ ആ ആ ആനന്ദ് എന്താ പറഞ്ഞു എന്ന്? ആ പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് മിസ്റ്റർ വേണുക്കുട്ടൻ നായർ, ആര്യയുടെ ഗ്രാൻഡ് ഫാദർ. ആനന്ദ് ഇപ്പൊ പറഞ്ഞ പ്ലീഡ് റിക്വസ്റ്റ് ത്രെറ്റ്, ഇന്നലെ എൻ്റെ വീടിന് കല്ലെറിഞ്ഞത് ഇതിലേതിപ്പെടും? അജയ് ഉറങ്ങിയിട്ടില്ല. ഡോക്ടർ ഹേമ വിളിച്ചിരുന്നു. ബാക്കിയുണ്ടായിരുന്ന റിപ്പോർട്ട്സൊക്കെ കിട്ടി. ഇനി അധികം താമസിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അജയോട് ഇന്ന് തന്നെ സംസാരിക്കണം. അപ്പയ്ക്കെന്താ അസുഖം അറിയില്ല, പക്ഷെ കണ്ടിട്ട് ഹീസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. അപ്പൊ ഇതുവരെ സംസാരിച്ചിട്ടില്ലേ നിങ്ങൾ തമ്മിൽ? സോറി, ഇപ്പൊ ഒന്ന് സംസാരിക്കാവോ? വിൽ ടോക്ക് ലേറ്റർ. എന്നുവരെ ഹോളിഡേസ്? കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ആ, ഇപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഐ എം അറ്റ് കൊച്ചിൻ, ഈ വീട്ടിൽ. അതല്ല, ഐ മീൻ ഏത് കോഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഫ്യൂസ് പോയതായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. അപ്പയ്ക്ക് ഒരുതരം ബ്ലഡ് ക്യാൻസറാണ്. അല്പം അഡ്വാൻസ് സ്റ്റേജാണ്. കീമോതെറാപ്പി അടക്കമുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. ഇനിയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ്. ഈ മജ്ജ മാറ്റിവെക്കുന്ന ട്രീറ്റ്മെൻറ്റ് അത് വിജയിച്ച രോഗം തന്നെ മാറിയേക്കാം. അതിനൊരു ഡോണറെ വേണം. പലരുടെയും ട്രൈ ചെയ്തു, എൻ്റെ, പക്ഷേ അതൊന്നും ചേരുന്നില്ല. ഒരു മകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറാ സജസ്റ്റ് ചെയ്തത് അതൊന്ന് ട്രൈ ചെയ്യാൻ. അജയുടെ ബോൺ മാരോ മാച്ച് ചെയ്താൽ നമുക്ക് ഐ മീൻ അജയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അപ്പയുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം. അമ്മ? ആ അജയ്, ഷീസ് ഇൻ ദ കിച്ചൺ. ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. അത് പക്ഷെ മറ്റേതൊരാൾക്കും ആ അസുഖം വന്നെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മാത്രം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബോൺ മാരോ തരാം, ഓൺ വൺ കണ്ടീഷൻ. അതിൻ്റെ കൂലിയായി നിങ്ങൾ എനിക്ക് 2 ലക്ഷം രൂപ തരണം. അതിന് റെഡിയാണെങ്കിൽ നാളെ തന്നെ ബോൺ മാരോ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്.
നോ അജയ്, യു ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ആരോടുള്ള വാശി തീർക്കാനാണ് നീ ഇത് ചെയ്യുന്നത്? എന്നോടോ? അജയ്, യു ലിസൺ ടു മീ. ഡൊണേറ്റിംഗ് യുവർ ബോൺ മാരോ ഇസ് നോട്ട് എ ജോക്ക്. അയാൾ ചോദിച്ച ഉടനെ നീ എന്ന് സമ്മതിച്ചു അല്ലേ? ഹൗ ഡെയർ യു? ഹലോ ഹലോ, Any problem, madam? no. അപ്പൊ ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ? ഞങ്ങൾക്ക് എന്നും ആഘോഷല്ലേ? നിങ്ങൾ ഇവിടെ എങ്ങനെ മാറിയെന്നാലോ? വാ, ഇവിടെ നിക്ക്. വാ. ഒന്ന് പൗഡർ ഞാനും കൂടി പറ്റിയില്ല. ഓ, താനിപ്പോ പൗഡർ ഇട്ടാലെന്ത് ഇട്ടില്ലെന്ത്? ഇവർക്ക് മധുരം കൊടുക്കണ്ടേ? ഇപ്പൊ ആര്യയുടെ പഠിത്തം കണ്ടിട്ട് റാങ്ക് കിട്ടുമെന്ന് കരുതിയിരുന്നോ? ഇവള് ശരിക്കും ആളൊരു മടിച്ചിയാ. പക്ഷെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യും. ഞങ്ങളൊക്കെ 2 ആഴ്ച കൊണ്ട് പഠിക്കുന്നത് കക്ഷി 2 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ആര്യ. താങ്ക് യു. ബൈ. നിക്കണേ. മധുരം. താങ്ക് യു. ദാദാ, ഹലോ. അതെ, ഒരു സെക്കൻഡ്. അതെ കഴിക്കും. ഹലോ. അതെ. ഉണ്ട്. സെക്കൻഡ് റാങ്ക് ഉണ്ട്. ഓ, അതൊന്നും വേണ്ട, സാരമില്ല. സന്തോഷം, ഞാൻ പറഞ്ഞോളാം. നീ കഴിഞ്ഞ വർഷം 1-2 ദിവസം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയില്ലേ? അവരാ. നീ അവിടെ പഠിച്ചതായിട്ട് നാളത്തെ പത്രത്തിലൊന്ന് ഇട്ടോട്ടെ എന്ന്. ഇവന്മാരുടെയൊക്കെ ഒരു കാര്യം. എല്ലാരും ഊണ് കഴിച്ചിട്ടേ പോകാവൂ. പായസം ഉണ്ടോ അങ്കിൾ? പിന്നെ പായസം ഉണ്ടോന്ന്. നല്ല കാര്യം. അമ്മ വിളിക്കും മോളു. ഇപ്പൊ ഡ്യൂട്ടിയിലായിരിക്കും, അതുകൊണ്ടാ. മോളെ പിടിച്ചല്ലേ ചെല്ലേ. നമ്മളെയൊക്കെ ടിവിയിൽ കാണിക്കൂ. പിന്നെ ആര്യയുടെ കൂടെ 12ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാന്ന് പറഞ്ഞ് തന്നെ കാണിക്കും. ചോറ് വിളമ്പ്. എവിടെ രണ്ടുപേരും വേഗം റെഡി ആയിക്കേ. ഷോപ്പിങ്ങും കോഫി ഷോപ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോ സിനിമ പകുതിയാവും. പറഞ്ഞേക്കാം. വരുന്നു ആര്യമോളെ, നീ എവിടെയാ? തുണിയൊന്നും എടുത്തോട്ട് ഇപ്പൊ വരാം. ഓ, എവിടെയാ വെച്ചത്? ഓ, എന്റെ മോളെ, ഇവിടെ ഒരാള് അമ്മ വിളിച്ചില്ല എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. മോളെ
അത് പിന്നെ പറയാനുണ്ടോ? ഫോട്ടോ എടുപ്പും വീഡിയോക്കാരും ചാനലും. മോളെ അമ്മയാ? ആണോ? വന്നു. നീ ഡ്യൂട്ടിയിലായിരുന്നല്ലേ? ഞാൻ അവളോട് പറഞ്ഞു മോളെ സൂക്ഷിച്ചേ. ഇവിടെ പറഞ്ഞതാ. മോളെ തല വല്ല മുട്ടിയോ? മോളിന്ന് വീണു. ഇവിടുന്ന് ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല മുത്തശ്ശി, ഒന്നുമില്ല, ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. മോളെ അയ്യോ എന്താ പറ്റി? അയ്യോ എന്താ പറ്റി മോളെ? നോക്ക്, ഞാൻ ഒരു വണ്ടി വിളിക്കാം. നീ നോക്ക്, എഴുന്നേപ്പിക്കേ. പോരാ. ഭാസ്കര അയ്യോ ഭാസ്കര വരുന്നു. സാറേ, മോളൊന്ന് വീണു, ബോധം പോയി, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒന്ന് നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. കുറച്ചുകൂടെ വേഗം. എന്തത്? ജാഥയാന്ന് തോന്നുന്നു. എന്താ ചെയ്യാ? ഫോട്ടോ എടുക്കാനും പറ്റത്തില്ലല്ലോ. മുഴുവൻ ബ്ലോക്കാ. ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരി. എന്താ വണ്ടിയല്ല ഇങ്ങനെ? അവിടെ എന്താ പ്രകടനം നടക്കാം, അതാ. അതെ, വണ്ടി ഒന്ന് ഒതുക്കാൻ പറ്റുമോ? സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ഒന്ന് ഒതുക്കാവോ നോക്ക് ഡേവിസേ. ചേച്ചി എന്താ പറയുന്നത്? മുഴുവൻ ബ്ലോക്കല്ലേ? ഒന്ന് പോയി നോക്ക്. ഇവന്മാരുടെ ഈ ജാഥ കഴിയാതെ ഒറ്റ വണ്ടിയും കിടത്തിവിടില്ല. സിഗ്നലിൽ ട്രാഫിക് പോലീസ് ഉണ്ടാവും. നമുക്ക് അവരോട് പറയാം. നേരം കളയണ്ട, സാറ് വരും. ഭാസ്കര, വണ്ടിക്കല്ലുണ്ടാവണേ. പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റാ. ഇല്ല സാർ, പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഇവിടെ കിടക്കുക. അവിടെയാ. സാബു സാർ, എന്താ സാർ? ഇവരുടെ വണ്ടിയിൽ ഒരു എമർജൻസി കേസ് ഉണ്ട്. അവരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. ഒന്ന് പോയി നോക്ക്. ശരി സാർ. ഒന്ന് മാറിയാ മോളുടെ ശരീരം ആകെ തണുക്കുന്നത് പോലെ തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോ തന്നെ പോവാം. സാർ, എന്താ സാർ, ഈ സമയത്തല്ലേ ഞങ്ങളെ സഹായിക്കേണ്ടത് സാർ? എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ എന്താണ് അങ്ങോട്ട് പോയെ? സാർ എങ്ങനെയെങ്കിലും വണ്ടി കടത്തിവിടാൻ നോക്കും. ഇവന്മാരിൽ ലാത്തി ചാർജ് ചെയ്ത് ഓടിക്കും സാർ. എന്നിട്ട് വണ്ടി കടത്തിവിടാൻ നോക്കും. എടോ, താൻ അവിടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കിയേ. ശരി, ഈ വണ്ടി അങ്ങോട്ട് നിൽക്കേ. ഈ വണ്ടി കുറച്ച് മുമ്പോട്ട് എടുത്തേ. സാറേ, ഇങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. വണ്ടി കുറച്ചൊന്നും മാറ്റാൻ ഒരു വഴിയില്ലല്ലേ? ഒരു രക്ഷയില്ല സാറേ. ഈ
ഇത് കുറച്ചും കൊണ്ട് മാറ്റാൻ പറ്റുമോ? എങ്ങോട്ട് മാറ്റാനാ ചേട്ടാ? കുറച്ച് അവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ? സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇനിയിപ്പോ എന്താ ചെയ്യുക? മോള് സീരിയസ് ആയിട്ട് കാറിൽ കിടക്കുക. സാർ അവന്മാരോട് തന്നെ പറയാം ഒന്ന് മാറിത്തരാൻ. ഒന്ന് മാറണേ. ഇല്ല സാർ. സാർ എന്റെ മോളെ കണ്ടീഷൻ വളരെ മോശമാണ്. അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം സാർ. ഞാനൊരാളെ അങ്ങോട്ട് വിട്ടിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഇവരോട് അതുകൊണ്ടിരിക്കുകയാണ് സാർ. എല്ലാം കൺട്രോളാണ് സാർ. നിങ്ങളങ്ങോട്ട് മാറി നിൽക്കൂ സാർ. ഇവരോടൊന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് സാർ. ഒന്ന് കുറച്ചൊന്നും മാറാൻ പറയുക. എന്താ പ്രശ്നം? പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഒന്ന് മാറുക. അവിടെ നിൽക്കാം. വാ വണ്ടി വാ. ഹലോ. ആ ഹോസ്പിറ്റലിൽ തന്നെയാ. ഇല്ല ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഇതുവരെ പുറത്തു വന്നില്ല. ഞാൻ വിളിക്കാം. പേരൻസ്? അവളുടെ അമ്മ അങ്ങ് കുവൈറ്റില്ല. ഞങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ. കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഒരു 15 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ വി കുഡ് ഹാവ് സേവ്ഡ് ഹർ. ഐ ആം സോറി. സാറേ, വേണുക്കുട്ടൻ സാറേ. സർ, കുറച്ച് ഫോർമാലിറ്റീസും കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് തീർത്തരാം. യു ബി വിത്ത് ഹിം. കം. ആംബുലൻസ് അപ്പുറത്താണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്പേസ് റിസർച്ചാണ് താല്പര്യം. അതിനുള്ള അവസരങ്ങൾ ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോ ആദ്യമായിട്ട് ശൂന്യാകാശത്ത് പോകുന്ന കേരളീയ വനിതയായിരിക്കും ആര്യ. അല്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പോ ആയാലോ. ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഒരു നക്ഷത്രത്തിന്റെ അകത്ത് എന്തായിരിക്കും. ആകാശത്ത് ഒരു സ്പേസ് ഷട്ടിൽ പോകുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കും. ഈ സീറോ ഗ്രാവിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ധൈര്യല്ലേ ഏറ്റവും നല്ലത്. തിരിച്ചു പോകുമ്പോൾ നല്ല ഉറപ്പുണ്ട്. എനിക്കത് തന്നെയാണ്. ജീവിതത്തിലൊരു രസമൊക്കെ വേണ്ടേ.
15 മിനിറ്റ്. ഒരു 15 മിനിറ്റ് മുമ്പേ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നും ഉണ്ടാകുമായിരുന്നു ഞങ്ങളുടെ കൂടെ. തലച്ചോറിൽ ബ്ലീഡിംഗ് ആയിരുന്നു. പക്ഷെ സമയത്ത് ഓപ്പറേഷൻ നടത്താൻ പറ്റിയില്ലല്ലോ. ഞങ്ങളെ മുമ്പിലും പിന്നിലും ധാരാളം മനുഷ്യരുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നേരം ഒന്ന് വഴിമാറി തന്നിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിയുന്ന പ്രകടനക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അവൾ ആരും അല്ലല്ലോ. എനിക്ക് ആരോടും പകയില്ല, ആരോടും. പക്ഷെ ഇവിടുത്തെ ഈ സിസ്റ്റം, അതിനോട് എനിക്ക് പകയുണ്ട്, പുച്ഛമുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹമുണ്ട്. That's why I decided to fight until death. ഹൈക്കോർട്ടിൽ റിട്ട് കൊടുക്കണം. സാറ് തന്നെ നേരിട്ട് കേസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പൊതു താല്പര്യ ഹർജി ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. 100 അതങ്ങ് ഒതുങ്ങിപ്പോവും. ഒരുപാട് വലിയ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്ന കേസ്, അല്പ ടഫായിരിക്കും കാര്യങ്ങൾ. സാറപ്പോ ഈ കേസ് എടുക്കല്ലേ? അതെ. ഇനി സത്യം പറയാം, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ 4 വക്കീലന്മാരെ കണ്ടു. എല്ലാവരും കഥ മുഴുവൻ കേട്ടു, സഹതപിച്ചു. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവരിൽ ഒരാൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണെന്നറിഞ്ഞപ്പോൾ ഓരോരോ കാരണം പറഞ്ഞ് അവരെല്ലാം ഒഴിഞ്ഞു. KT ചന്ദ്രശേഖരനെ വെറുപ്പിക്കാൻ അവർക്ക് മടി, അല്ലെങ്കിൽ പേടി. ഐ വിൽ മൂവ് ദ ഹൈക്കോടതി നാളെ തന്നെ. ഈ കേസ് വളരെ വളരെ ഗൗരവമേറിയതാണ്. ഈ ബെഞ്ചിന് മുന്നിൽ വന്നിട്ടുള്ള മറ്റ് സമാന കേസുകളെക്കാൾ ഡിസ്റ്റർബിംഗ് ആണ് ഈ കേസ്. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസുമായി ബന്ധപ്പെട്ട റെസ്പോണ്ടൻസിനെയും മെറ്റീരിയൽ വിറ്റ്നസസിനെയും ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനായി കോടതിയിലേക്ക് വിളിച്ചു വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. എന്തുകൊണ്ട് വരില്ല? ബിക്കോസ് ഇറ്റ് നീഡ്സ് എവിഡൻസ് ടു ബി ടേക്കൺ. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ തന്നെ വരും. മനുഷ്യാവകാശ ലംഘനത്തിന് ചില കേസസ് ചരിത്രത്തിലുണ്ട്. ഈ കേരളത്തിൽ തന്നെയുണ്ട്. രാജൻ കേസ്, TB ഈശ്വരവാര്യർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. The High Court has power to take evidence even in a writ petition. ഗവൺമെന്റ് ലീഡർ, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് ഏറ്റവും ഈസിയായ, ഏറ്റവും ലേസിയായ എക്സ്ക്യൂസസ് ആണ് അഫിഡവിറ്റിൽ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. Did you go through that? Yes, your lordship. The court summons the Chief Secretary, Kerala State, District Collector, Ernakulam, and City Police Commissioner, Ernakulam, to appear before this court on 22nd September. Government leader, ഇവരെല്ലാവരും കോടതിയിൽ ഹാജരാവണം. Yes, your lordship. Issue notice to all these respondents through special messenger. Your lordship, ആ ദിവസം സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. ഉണ്ണികൃഷ്ണനെയും ക്രോസ് ചെയ്യാൻ കോർട്ടിൽ സമൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ലീഡർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. ഉണ്ണികൃഷ്ണനും സമൻസ് ഇഷ്യൂ ചെയ്യണം ആസ് എ മെറ്റീരിയൽ വിറ്റ്നസ്. Yes, your lordship. If you feel it is necessary, അന്ന് ആര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും മെറ്റീരിയൽ വിറ്റ്നസ്സായി സമൻ ചെയ്യാം. The court also summons Mr. KT Chandrasekhar, State President, People's Movement of Kerala, to appear before this court on September 22nd. Your Lordship, I represent Mr. KT Chandrasekhar. ശ്രീ ചന്ദ്രശേഖർ നൽകിയ സത്യവാങ്മൂലവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഹാജരാവണമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്താ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സംസാരിക്കാനോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാകാനും ബുദ്ധിമുട്ടുണ്ടാകരുത്. യെസ്, യുവർ ലോർഡ്ഷിപ്പ്. നെക്സ്റ്റ് കേസ്. ഹൈക്കോർട്ട് കേസ് തുടങ്ങി. ബന്ധപ്പെട്ടവരെല്ലാം നേരിട്ട് ഹാജരാകാൻ ജസ്റ്റിസ് വിശ്വാസ് ഉത്തരവിട്ടപ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടി. ഇതിനിടയ്ക്കാണ് സിദ്ധാർത്ഥ് സാറിന് അസുഖം വരുന്നത്. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാനും പറഞ്ഞു ഇനി ചികിത്സയെ ശ്രദ്ധിക്കാൻ. അദ്ദേഹം കേട്ടില്ല. മജ്ജ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തകർന്നത് സിദ്ധാർത്ഥ് എന്ന മനുഷ്യനല്ല, സിദ്ധാർത്ഥ് എന്ന അഡ്വക്കേറ്റാണ്.
അജയിനോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഡോക്ടറാണ്. അതിന് അദ്ദേഹം തയ്യാറായത് ജീവിച്ചിരിക്കാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടല്ല, ഈ കേസ് ജയിക്കാൻ വേണ്ടിയാണ്. ജയിക്കാൻ വേണ്ടി മാത്രം. ആർക്കെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ എനിക്ക് നഷ്ടപരിഹാരം കിട്ടാനോ അല്ല ഞങ്ങൾ ഈ കേസ് നടത്തുന്നത്. മറ്റൊരു ജീവൻ ഇനി ഇങ്ങനെ തെരുവിൽ പൊലിയാതിരിക്കാനാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവിച്ചു തീർക്കാൻ ഇനി ഒരു ദിവസങ്ങളുണ്ടല്ലോ ദൈവമേ എന്ന വിചാരമാണ് ഞങ്ങൾക്ക്. ആര്യ പോയത് പിന്നെ നമ്മൾ ചിലരെ പറ്റി പറയാറില്ലേ മരിച്ചുപോയിന്ന്. ആര്യയെപ്പറ്റി അങ്ങനെ പറയാൻ ഇപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നില്ല. മരിച്ചുപോയി എന്നുള്ള വാക്ക് അവളുമായി ചേരുന്നില്ല. നാളെ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിയറിംഗ് ആണ്. അതിനു മുമ്പ് അജയ് ഇക്കാര്യങ്ങളൊക്കെ അറിയണം എന്നെനിക്ക് തോന്നി. ശരി, ഞാൻ ഇറങ്ങാം. ഓക്കെ. I will drop you. ഗവൺമെന്റ് മെഷീനറി അന്ന് ആവുന്നതെല്ലാം ചെയ്തിരുന്നു യുവർ ലോർഡ്ഷിപ്പ്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ സ്ട്രീറ്റിൽ മാത്രം 10,000-ഓളം പ്രകടനക്കാരാണ്. ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ. അങ്ങനെ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക ഇറ്റ് വാസ് എ ഫിസിക്കലി ഇമ്പോസിബിൾ ടാസ്ക്. ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. വേണ്ടതെല്ലാം ചെയ്യാൻ പറഞ്ഞിരുന്നു. ചീഫ് സെക്രട്ടറി അന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടുവെന്ന് താങ്കൾ ഉറപ്പുവരുത്തിയിരുന്നു. യുവർ ലോർഡ്ഷിപ്പ്, വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഈ കാര്യത്തിൽ കൊടുത്തിരുന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളുടെയും ചുമതലയുള്ള ആളാണ് ഞാൻ. ഒരു ജില്ലയിലെ പ്രകടനം മാത്രമല്ല എനിക്ക് നോക്കേണ്ടത്. ഐ ഹാവ് 100 things to take care of. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആ പ്രകടനത്തിനിടയിൽ ഒരു കുട്ടി മരിച്ച സാഹചര്യത്തെക്കുറിച്ചാണ്. ഈ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് ചീഫ് സെക്രട്ടറിയുടെയും IBയുടെയും റിപ്പോർട്ട്സ് കിട്ടിയിരുന്നു. യെസ്, ഞാൻ പിറ്റേന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ ദിവസം ട്രാഫിക് തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ പോലീസിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കളക്ടർ സംഭവിച്ചത്. നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും നിർദ്ദേശം നടപ്പാക്കപ്പെട്ടോ? നിങ്ങൾ ഈ ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണെന്ന് ഓർക്കണം. കൗൺസിൽ സിദ്ധാർത്ഥ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തരം ഒരു വലിയ ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യുക, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നോക്കുക, എല്ലാം സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പ്രകടനം നടന്ന ദിവസം ജനജീവിതത്തെ അത് ബാധിക്കാതിരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് താങ്കൾ എന്താണ് ചെയ്തത്? യുവർ ലോർഡ്ഷിപ്പ്, അന്ന് രാവിലത്തെ എല്ലാ പത്രങ്ങളിലും ഈ പ്രകടനത്തെ പറ്റി വാർത്തയുണ്ടായിരുന്നു. കഴിവതും ഒന്ന് ഉച്ചയ്ക്ക് ശേഷം സിറ്റിയിലേക്ക് ഇറങ്ങരുതെന്നും, അഥവാ ഇറങ്ങിയാൽ തന്നെ ബ്ലോക്കിൽ പെടാതെ പോകാവുന്ന റോഡുകൾ ഏതൊക്കെയെന്നും ക്ലിയറായി പത്രങ്ങളിൽ കൊടുത്തിരുന്നു. വളരെ ക്ലിയറായി. ബ്ലോക്കിൽ പെടാതെ പോകാവുന്ന റോഡുകൾ അല്ലേ? ഒരിടത്ത് വാട്ടർ അതോറിറ്റി കുറെ ആഴ്ചകളായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കിണറിന്റെ ആഴമുള്ള കുഴികൾ,
മറ്റൊരു റോഡിൽ ഒരു കാൽനടക്കാരന് പോലും സഞ്ചരിക്കാനാവാത്ത വിധത്തിലുള്ള ഗട്ടറുകൾ. ഇതൊക്കെയാണോ കമ്മീഷണർ പൊതുജനം ഉപയോഗിക്കേണ്ട വഴികൾ? അല്ലാതെ മറ്റെന്ത് ഓപ്ഷനായിരുന്നു വേണ്ടത്? ഗവൺമെന്റ് ലീഡർ, ലെറ്റ് ഹിം കംപ്ലീറ്റ്. സാധാരണഗതിയിൽ വെറും 15 മിനിറ്റ് കൊണ്ടെത്താവുന്ന ഹോസ്പിറ്റലിൽ അന്ന് ആര്യ എത്തിക്കാൻ 50 മിനിറ്റ് എടുത്തു. സീരിയസ് ആയി കൊണ്ടുപോകുന്ന ഒരു രോഗിയെയോ ഒരു ആക്സിഡന്റ് വിക്ടിമിനെയോ ഈ പറഞ്ഞ ഊടുവഴികളിലൂടെ കൊണ്ടുപോകണമായിരുന്നോ കമ്മീഷണർ? അതിനുള്ള സഹായം പോലും നിങ്ങളുടെ പോലീസിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സിറ്റിയുടെ പോലീസ് കമ്മീഷണർ ഇരിക്കുന്നത്? Your Lordship, he has no right to talk to my client like this. I do have Madam Government Leader. അന്നും വഴിയിൽ കിടന്ന് മരിച്ച ആര്യയുടെ കുടുംബത്തോട് മാത്രമല്ല, ഈ ജില്ലയിലെ എല്ലാ ജനങ്ങളോടും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ പോലീസ് ഫോഴ്സിന്റെ അനാസ്ഥ. That's the single most important reason for Arya's death. കമ്മീഷണർ, താങ്കൾ സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറയുന്നു. Am I right? Yes, Your Lordship. Okay. ആര്യ എന്ന പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് താങ്കൾ പിന്നീട് അന്വേഷണം നടത്തിയോ? ഇല്ല. Why? അതേക്കുറിച്ച് പരാതിയൊന്നും കിട്ടിയിരുന്നില്ല. താങ്കളുടെ ഡിസ്ട്രിക്റ്റിൽ താങ്കളുടെ കീഴിലുള്ള പോലീസിന്റെ കൺമുന്നിൽ വെച്ച് നടന്ന ഒരു മരണം ഒരു പരാതി കിട്ടിയല്ലാതെ അന്വേഷിക്കില്ല? യുവർ ലോർഡ്ഷിപ്പ്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ പോസ്റ്റ്മോർട്ടം. ഇതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. ഡിഡ് യു മേക്ക് എ ഡീറ്റെയിൽഡ് എൻക്വയറി? യു മേ പ്ലീസ് സ്റ്റെപ്പ് ഡൗൺ. നെക്സ്റ്റ് വിറ്റ്നസ്. താങ്കളല്ലേ സംഭവം നടന്ന ദിവസം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്? അതെ. താങ്കൾ എന്തുകൊണ്ടാണ് ആര്യയെ കൊണ്ടുവന്ന കാർ കടത്തിവിടാൻ നടപടിയെടുക്കായിരുന്നത്? എന്റെ കൂടെ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ സാബുനെ ഞാൻ കാർ നടത്തി വിട്ടിരുന്നു. ഒരു ഇഞ്ച് പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു കാർ എന്ത് മാജിക് കാണിച്ച് അയാൾ കടത്തിവിടുമെന്നാണ് താങ്കൾ വിചാരിച്ചത്? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, 1997 ഒരു ഹൈക്കോടതി വിധിയുണ്ട്, ഫുൾ ബെഞ്ചിന്റെ വിധി. പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അറിയാമോ അതേപ്പറ്റി? ഇത്തരം ഒരു പ്രകടനം നടക്കുമ്പോൾ എല്ലാ 10 മിനിറ്റിലും പ്രകടനക്കാർ വഴിമാറി ജനങ്ങൾക്ക് കടന്നു പോകാൻ അവസരം നൽകണമെന്നാണ് ആ വിധി. അതവർ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പോലീസാണ്. അത് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഡു യു നോ ദാറ്റ്? എല്ലായ്പ്പോഴും അത് നടപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല കൗൺസിൽ സിദ്ധാർത്ഥ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ കാർ കടത്തിവിടാൻ ആവുമായിരുന്നില്ല. ആകുമായിരുന്നു. ഈ നിൽക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആകുമായിരുന്നു. What was he supposed to do? ആ പ്രകടനക്കാരോട് ഒരു 5 മിനിറ്റ് മാറി നിന്ന് വഴി തരാൻ പറയണമായിരുന്നു. Unfortunately, he didn't do it. Senior Civil Police Officer K. Unnikrishnan, you need to give a proper explanation for this. കോടതിക്കുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള നിസ്സംഗത ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന് തെളിവാണിത്. കോടതി പിരിയും വരെ യു ഗോ ആൻഡ് സ്റ്റാൻഡ് ദാറ്റ് കോർണർ. Is your health all right? കുഴപ്പമില്ല യുവർ ലോർഡ്ഷിപ്പ്. മിസ്റ്റർ KT ചന്ദ്രശേഖർ, താങ്കൾ റാലി നടത്തിയ ആ ദിവസം ഒരു പെൺകുട്ടി മരിച്ചു എന്ന കാര്യം എപ്പോഴാണ് അറിഞ്ഞത്? കുറച്ചു ദിവസം കഴിഞ്ഞ്. എന്ന് വെച്ചാ ഒരു 6-7 ദിവസം. ശരി. ആര്യ മരിച്ചതിന്റെ 3-ാം ദിവസം ആ വാർത്ത അറിഞ്ഞ് താങ്കൾ ഞെട്ടി എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചത്. എന്റെ കക്ഷി ഒരു പൊതുപ്രവർത്തകനാണ്. ദിവസവും 100 കണക്കിന് പേരെ കാണും, പൊതുചടങ്ങിൽ പങ്കെടുക്കും. അല്പം ഓർമ്മപ്പിശകൊക്കെ ഉണ്ടാകാം. അതൊരു ഇഷ്യൂ ആക്കണ്ട. ആക്കുന്നില്ല മൈ ലേണർ ഫ്രണ്ട് ഷഫീർ. അന്ന് ഇദ്ദേഹം നടത്തിയ റാലി കാരണമാണ് ബ്ലോക്ക് ഉണ്ടായത്. അത് കാരണമാണ് ആര്യ മരിച്ചത്. അതാണ് ഇഷ്യൂ. ഒരു റാലി നടന്നു, അതിനിടയിൽ ഒരു കുട്ടി മരിച്ചു. ശരിയാണ്. പക്ഷെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം KT ചന്ദ്രശേഖരനാണെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്റെ കക്ഷി. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയാണോ? Such comments should not be allowed on the floor of the court, your lordship. അന്ന് റാലി നടത്താൻ നിങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദം വാങ്ങിയിരുന്നോ? ഞാൻ നടത്തിയ 14ാമത്തെ റാലി അത്. ഓരോ പ്രാവശ്യവും അതാത് ജില്ലയിലെ ഭരണാധികാരികളുടെ അനുവാദവും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കോപ്പി അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് യുവർ ലോർഡ്ഷിപ്പ്. വക്കീലെ, ചീഫ് സെക്രട്ടറി കളക്ടറോട് പറഞ്ഞു, കളക്ടർ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു. ഇവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ശരിയാക്കണമായിരുന്നു? അതെന്റെ ജോലിയല്ല. ആണ് മിസ്റ്റർ KT ചന്ദ്രശേഖർ. താങ്കളുടെ പ്രവർത്തകരിൽ ഒരാളെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആര്യ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. യുവർ ലോർഡ്ഷിപ്പ്, അതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ആണ്. അതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ്. ഏതോ ഒരു കുട്ടി നഷ്ടം ആ കുട്ടിയുടെ കുടുംബത്തിന് മാത്രമാ. യുവർ ലോർഡ്ഷിപ്പ്, ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് എന്റേത്. ഒരാൾ ബ്ലോക്കിൽപ്പെട്ട് മരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലുള്ള സുപ്രധാന സമ്മേളനങ്ങൾ മാറ്റാനാവില്ല. അത് ഞങ്ങളുടെ അവകാശമാണ്.
ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ എന്റെ ജോലിയുടെ തന്നെ ഭാഗമാണ് ഇത്തരം സമ്മേളനങ്ങൾ. വക്കീലിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ജനാധിപത്യത്തിന് നിരക്കുന്നല്ലോ. ഇതാണോ ജനാധിപത്യം? നൂറുകണക്കിന് മനുഷ്യർ റോഡിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ താങ്കൾ സഞ്ചരിച്ച വാഹനം കടന്നു പോകുന്നു. ആ വാഹനം കടത്തിവിട്ട അതേ അണികൾ പൊതുജനങ്ങളെ മണിക്കൂറുകളോളം ബന്ദികളാക്കുന്നു. പോലീസ് അത് കൈയും കെട്ടി നോക്കി നിൽക്കും. താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ജോലിയുടെ ഭാഗമാണ് ഇത്തരം റാലികളെന്ന്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യുന്നവരാണ് മിസ്റ്റർ KT ചന്ദ്രശേഖർ. താങ്കൾ ചെയ്യുന്നതിനൊപ്പമോ അതിനേക്കാൾ വലുതമായ ജോലി ചെയ്യുന്നവർ, അവരെ തടഞ്ഞു നിർത്താൻ താങ്കൾക്ക് എന്ത് അവകാശം? അതോ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ജനാധിപത്യത്തിൽ ഇതും പെടുവോ? യുവർ ലോർഡ്ഷിപ്പ്, ദ മൈനോറിറ്റി കനോട്ട് ഹോൾഡ് എ മജോറിറ്റി ടു റാൻസം. ആ നിയമത്തിന്റെ ക്ലിയർ വയലേഷനാണ് അന്ന് അവിടെ നടന്നത്. അണികളെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ മാത്രം പോരാ പ്രസംഗത്തിൽ, അവരുടെ രക്തം തിളയ്ക്കുന്ന വാചകങ്ങളും പോരാ. ഒരു പ്രകടനം നടത്തുമ്പോൾ അത് സാധാരണ ജനങ്ങളെ ബാധിക്കരുത് എന്നൊരു ഉപദേശം അവർക്ക് കൊടുക്കണം, ഒരു തവണയെങ്കിലും. Mr. KT Chandrasekhar, you may step down. താങ്കൾ എത്ര മണിക്കാണ് ആര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്? ഏകദേശം 5 മണിക്ക്. എന്തായിരുന്നു താങ്കളുടെ ഫൈൻഡിങ്സ്? തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ആയിരുന്നു, സബ്ഡ്യൂറൽ ഹീമറ്റോമ. ചെറുതോ വലുതോ? വലുത്, മാസീവ്. ഈ ബ്ലീഡിംഗ് ആയിരുന്നോ മരണകാരണം? അതെ. ഉറപ്പാണോ? അതെ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്താണ് ട്രീറ്റ്മെന്റ്? എമർജൻസി സർജറി, അതല്ലാതെ മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ കുട്ടിയെ 15 മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനാവുമായിരുന്നു? അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. വൈ? ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് തന്നെ. That's all, your lordship. ഡോക്ടർ പ്രകാശ് മാത്യു, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണോ അതോ മറ്റു വല്ലവർക്കും വേണ്ടിയുള്ളതാണ്? Don't talk to me like that, advocate. Please. ഡോക്ടർ, ഒരൊറ്റ ചോദ്യം. ആര്യ എന്ന കുട്ടി മരിച്ചത് ചികിത്സയിലുണ്ടായ താമസം കൊണ്ടാണോ? ആയിരിക്കാം, അല്ലായിരിക്കാം. കൗൺസിൽ സിദ്ധാർത്ഥ്, ഡോക്ടറുടെ മൊഴി വളരെ ക്രൂഷ്യലാണ്. മരണം നടന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ഡിലേ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? യുവർ ലോർഡ്ഷിപ്പ്, ഡോക്ടർ പറഞ്ഞത് ആര്യയുടെ മരണം സംഭവിച്ചത് ട്രീറ്റ്മെന്റിൽ. Somebody! Sir, call the ambulance! Fast! സാധാരണഗതിയിൽ അച്ഛൻ്റെ ബോൺമാരോ മകനോ മകൻ്റെ ബോൺമാരോ അച്ഛനോ മാച്ച് ആവാറില്ല. ഒരു സിബ്ലിംഗ് അല്ലെങ്കിൽ ഒരു മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ, അവർക്കാണ് സാധ്യത. പക്ഷെ അജയുടെ കേസിൽ ബോൺമാരോ മാച്ചിങ് ആണ്. നമുക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഓക്കെ? ഡോക്ടർ പറഞ്ഞോളൂ, എന്ന് ചെയ്യണം? ടുഡേ? നോട്ട് ടുഡേ, മേ ബി ഏർലി നെക്സ്റ്റ് വീക്ക്. അജയുടെ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക്സ്. സി യു ഡോക്ടർ. ഞാൻ നേരത്തെ ഒരിക്കൽ രവിശങ്കറിനോട് സൂചിപ്പിച്ചതായിരുന്നു. ജസ്റ്റ് റിമൈൻഡിങ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാപ്ലോ ഐഡന്റിക്കൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഇതെല്ലാ തവണയും സക്സസ്ഫുൾ ആവണമെന്നില്ല. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അത് കുഴപ്പമില്ല ഡോക്ടർ. വിൽ ഗോ അഹെഡ്. ഗുഡ്, ദാറ്റ്സ് ദി സ്പിരിറ്റ്.
സരൾ സർപ്രൈസ്. എൻ്റെ ഫ്രണ്ടാണ് സരൾ. അറിയാം, ഐ ഹാവ് സീൻ. എവിടെ? സ്കൈപ്പിൽ. കൊച്ചൻ. ഹലോ. പ്ലീസ്. Hey, surprise yaar. Thanks for coming. Ajay, ready? A small injection. You can start. We'll start the transplantation at 2 o'clock. ഇതിലും ഭേദം NDA ആയിരുന്നു അല്ലേ? നീ ഇനി എപ്പോഴാ തിരിച്ച്? എങ്ങോട്ട്? NDA. അടുത്ത മാസം എൻട്രൻസ് എക്സാം. സരൾ എന്നോടെല്ലാം പറഞ്ഞു. ഹാവ് യു ഗോൺ മാഡ്? അപ്പോഴത്തെ ഒരു ചൂടിന് നീ. അപ്പോഴത്തെ ചൂടിനല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ ഒന്ന് തിരിച്ച്. ഞാനിവിടെ പാലക്കാടുണ്ട്, ഇടയ്ക്കിറങ്ങാം. ടേക്ക് കെയർ. വേണമെങ്കിൽ ആ കയറി കാണാം. വേണ്ട, ഞാൻ ഫ്രൈഡേ തിരികെ പോകും. അജയ് എൻ്റെ കൂടെ മൈസൂറിന് പോരും. നോ അമ്മ, ഞാൻ ഇപ്പോൾ വരുന്നില്ല. നിന്റെ അപ്പയ്ക്ക് കുറച്ചുനാൾ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നീ അനുസരിച്ചു. യു ഈവൻ ഡൊണേറ്റഡ് ഹിം യുവർ ബോൺ മാരോ. പക്ഷെ നൗ യുവർ റോൾ ഹിയർ ഇസ് ഓവർ. അമ്മ, കുറച്ച് ദിവസം കൂടെ ഞാനിവിടെ നിന്നോട്ടെ. അപ്പയുടെ ഹെൽത്ത് ഓക്കെ വന്നവരാ, അതുവരെ മാത്രം. I miss you. I miss you terribly. Hey. ചായ കിട്ടിയോ? മകനാണല്ലേ? Hey!
നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? അപ്പടുത്ത് നിങ്ങൾ എന്താ പറഞ്ഞു? ഇയാളെ ആരോട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ലിസൺ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ടു. വേണ്ട. വിട് വിട്, അയാളെ വിട്. മതി, വാ വാ. നടന്നേ. വാ അജയ്. ഐ ആം റിയലി സ്കെയർഡ് അജയ്. ഡേഞ്ചറസ് ആൾക്കാരാ ഇവരൊക്കെ. ഇവരുടെ ഇടയിലേക്ക് അജയെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ ആം ബീയിങ് പ്ലെയിൻ സെൽഫിഷ് ഹിയർ. ആർ യു ലിസ്ണിംഗ് ടു മീ? ഹലോ. ആ അമ്മ. ഓക്കെ അമ്മ, ഞാൻ വിളിക്കാം. അതെ, ഹോസ്പിറ്റൽ തന്നെയാ. ശരി അമ്മ. എൻട്രൻസ് എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വന്നു. ഞാൻ എഴുതുന്നില്ല. വൈ? അപ്പയൊന്ന് ഓക്കെ ആവുന്നവരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. ഡോണ്ട് ബി എ ലൂസർ അജയ്. അജയ് എന്റെയിൽ നിന്ന് പോന്നു. ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. എഞ്ചിനീയറിംഗ് നോക്കണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ അഗേൻസ്റ്റ് അല്ല. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ പറ്റില്ല. നമ്മളെപ്പറ്റി എന്റെ പേരൻസിന് അറിയാം. മൈസൂരിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് മാത്രം. പക്ഷെ മകള് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആകാൻ പോകുന്നത്, ഇതൊക്കെ എനിക്ക് അവരോട് പറയേണ്ടി വരും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ. ജീവിതത്തിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവേ ഉള്ളൂ. ഞാൻ മൈസൂരിലേക്ക് ഇന്ന് തന്നെ 2 ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പോവാ. വൈകിട്ട് 6 മണിക്കാ ബസ്. ഇളവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ? ഏറെ നാളായി ദൂരെ ദൂരെ മാറി നിന്ന കാറ്റോ ചാരെ ചാരെ കുളിരെഴും കവിതകൾ നെയ്തുവോ നെയ്തുവോ? ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ? കരളിലെ കിളിവാതിലിൽ തളിർവിരലിനാൽ തൊടുന്നതേതോ മായികശലഭമാം സ്നേഹമോ? കാണാത്തൊരു കനവിതിൻ ഗന്ധമോ? ഓർമ്മയെന്നൊരോമൽ പീലിക്കൂട്ടി കാത്തുവച്ചതെല്ലാം ചായം ചൂടി തിരികെ വഴിയിലായി വന്നുവോ? ഇണവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ? ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ? അരികിലെ ഇടവഴികളിൽ കനൽമിഴികളാൽ ഒഴിഞ്ഞൊരേതോ വേനലുമകലയായി മായവേ നീലാംബരവനികൾ
ചൂടാൻ താഴ്വാരങ്ങൾ നീർക്കടമ്പ് പൂക്കൾ നീർത്തും കാലം തിരികെ വഴിയിലായി വന്നുവോ ഇണവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങൾ എന്തിനോ ഏറെ ഏറെ നാളായി ദൂരെ ദൂരെ മാറി നിന്ന കാറ്റോ ചാരെ ചാരെ കുളിരെഴും കവിതകൾ നെയ്തുവോ നെയ്തുവോ തരരര തരരര തരിരര തരിരര തരിരരരരരരര. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാവോ? ശ്രീപ്രദയുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അജയ് ആക്സെപ്റ്റ് ചെയ്യണം. ഷീ നീഡ്സ് എ ലൈഫ്. എൻ്റെ കൂടെ അവൾക്കതുണ്ടായിട്ടില്ല. നാളെ അജയ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവൾ ഒറ്റയ്ക്കാവരുത്. ബട്ട് സംഭവം എനിക്ക് അയാളെ ഇഷ്ടമല്ല. എനിക്കറിയാം. പക്ഷെ ഒരു രാത്രിയുടെ കൗതുകത്തിന് വേണ്ടി മറ്റൊരു ബെഡ്റൂം തേടി പോകുന്ന ഭർത്താവായിരിക്കില്ല അയാൾ. പറ്റിപ്പോയി എന്നൊരു ന്യായമല്ല. അത് ഒറ്റത്തവണത്തേക്കാണെങ്കിൽ പോലും. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാവുന്ന കാര്യമല്ല ഞാൻ ചെയ്തത്. അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് പലതവണ. യു ഹാവ് ദ ബെസ്റ്റ് മദർ അജയ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അപ്പം. കൈപിടിച്ച് നടത്താനും കളിക്കാനും യാത്ര കൊണ്ടുപോകാനും ഒന്നിനും എൻ്റെ കൂടെ ഇല്ലാത്ത എൻ്റെ സോൺ എനിമി. ഐ ഹാവ് മിസ്ഡ് യു എ ലോട്ട്. പണം ഉണ്ടാക്കിയിട്ടുണ്ട്, തറക്കേടില്ലാത്ത പേരും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം ഫാമിലിയെ വിട്ട് മാസങ്ങളോളം എൻ്റെ കൂടെ താമസിച്ച രവിയുണ്ട്. കാലങ്ങളായി എപ്പോഴും കൂടെയുള്ള ഫിലിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 14 വർഷം ഞാൻ സുഖമായി ജീവിച്ചു എന്നല്ല. നിനക്ക് പകരമായിട്ടില്ലാരും ഒന്നും. ബുധനാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കേസിൻ്റെ അവസാന ഹിയറിങ്ങാണ്. തോറ്റുപോയേക്കാൻ ചിലപ്പോൾ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ അവിടം വരെ എത്തിച്ചതിന് താങ്ക്സ്. ഇതുവരെ ചെയ്തതിനും ചെയ്യാതിരുന്നതിനും സോറി. ഡോക്ടറുടെ മൊഴി വളരെ ക്രൂഷ്യലാണ്. ഈ കുട്ടിയെ 15 മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനാവുമായിരുന്നു. അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. മരണം നടന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ഡിലേ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? Failure is not when you fall. Failure is when you don't get up off the fall. Erase that word from your mind. അപ്പാ, അപ്പ തോൽക്കില്ല. മൈ വേർഡ്. നമസ്കാരം. ഞാൻ അജയ് സിദ്ധാർത്ഥ്, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് ശങ്കറിന്റെ മകൻ. കേരളത്തിലെ പൊതുജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ദയവായി നിങ്ങളുടെ 1 മിനിറ്റ് സമയം എനിക്ക് തരണം.
ഞാൻ മുൻപ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആര്യ എന്ന പെൺകുട്ടി മരിച്ചത് ട്രീറ്റ്മെന്റിലുണ്ടായ താമസം കൊണ്ടാകാം, അല്ലായിരിക്കാം. രണ്ടിനുമുള്ള സാധ്യതകൾ ഒരുപോലാണ്. ആര്യയെ ആദ്യം കാഷ്വാലിറ്റിയിൽ കണ്ട ഡോക്ടർ ജോർജ് ഫിലിപ്പ് പറഞ്ഞത് 15 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ്. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹം. അങ്ങനെ ഒരു വാചകം അദ്ദേഹം വെറുതെ പറയില്ല. അതെനിക്കറിയില്ല അഡ്വക്കേറ്റ്. ഐ ആം നോട്ട് എ ക്ലിനീഷ്യൻ. പക്ഷേ എൻ്റെ ഫീൽഡിലെ എൻ്റെ എക്സ്പെർട്ടൈസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്കുമുണ്ട് 18 വർഷത്തെ എക്സ്പീരിയൻസ്. യുവർ ലോർഡ്ഷിപ്പ്, സമൂഹത്തിൽ നിലയും വിലയുമുള്ള വലിയ ഉത്തരവാദിത്വമുള്ള ജോലികൾ ചെയ്യുന്ന കുറെ വ്യക്തികളുടെ സമയമാണ് ഈ കേസിൽ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ പ്രകാശ് മാത്യുവിന്റെ മൊഴി ഈ കേസിലെ ടേണിംഗ് പോയിന്റ് ആണ്. യുവർ ലോർഡ്ഷിപ്പ്, ആര്യ മരിച്ചത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ട്രീറ്റ്മെന്റിലുണ്ടായ ഡിലേ കാരണമാണെന്ന് തെളിയിക്കാൻ പെറ്റിഷണറുടെ കൗൺസിലിന് കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതി ഇവിടെ ഈ നിമിഷം ഈ കേസ് തള്ളിക്കളയണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. Yes, counsel for the petitioner. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസുമായി ബന്ധപ്പെട്ട് 3 സാക്ഷികളെ കൂടി അങ്ങയുടെ മുന്നിൽ ഹാജരാക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. This cannot be permitted, your lordship. യുവർ ലോർഡ്ഷിപ്പ്, ക്രിമിനൽ നടപടി പ്രകാരം പെട്ടെന്ന് ഇങ്ങനെ 3 സാക്ഷികളെ ഹാജരാക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ കോടതിയുടെ രജിസ്ട്രിയിൽ 3 പുതിയ സാക്ഷികളെ വിസ്തരിക്കാനുള്ള അപേക്ഷയും സാക്ഷിപ്പട്ടികയും സമർപ്പിച്ചിട്ടുണ്ട്. അത് സാധ്യമല്ല കൗൺസിൽ സിദ്ധാർത്ഥ്. യുവർ ലോർഡ്ഷിപ്പ്, ഇത്തരം ഒരു കാര്യം അങ്ങ് അനുവദിക്കരുത്. യുവർ ലോർഡ്ഷിപ്പ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ കേസുകളിൽ ഹൈക്കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട്. ഞാൻ ശരിയായ വഴിയിൽ നിയമം അനുവദിക്കുന്ന രീതിയിൽ തന്നെയാണ് സാക്ഷികളെ ഹാജരാക്കാൻ അപേക്ഷിക്കുന്നത്. യുവർ ലോർഡ്ഷിപ്പ്, You can present the witnesses. ഞാനും എൻ്റെ ഫാമിലിയും ഡൽഹിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ നാട്ടിലൊരു ആവശ്യത്തിന് വന്നപ്പോഴാണ് എൻ്റെ മകന് ഡൽഹി വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായത്. സോറി സർ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തല്ലോ. എപ്പോഴാണ് അടുത്ത ഡൽഹി ഫ്ലൈറ്റ്? ഇനി രാത്രി 9:30 ഉള്ളൂ. ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വഴിയിൽ 1 മണിക്കൂറോളം ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി. എൻ്റെ മകൻ 6 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അവനെ അവസാനമായി ജീവനോട് എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ട്രാഫിക് ബ്ലോക്ക്. ജീവിതം തന്നെ അന്ന് മാറി മറിഞ്ഞു. കിട്ടുമെന്നുറപ്പുണ്ടായിരുന്ന ഗൾഫിലെ ഇലക്ട്രീഷ്യൻ ജോലി അന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ചില അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടൂ സർ. അന്നുണ്ടായ ട്രാഫിക് ബ്ലോക്ക് എൻ്റെ ഭാവിയെ ഇല്ലാതാക്കി. മാസം 30,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആ ജോലിക്ക് ഇന്ന് കിട്ടുന്നത് എൻ്റെ വാപ്പാടെ ഉമ്മാടെ മരുന്നിന് പോലും തികയില്ല സർ. എൻ്റെ മക്കളെ നല്ലൊരു സ്കൂളിൽ അയക്കാൻ പോലും തികയില്ല. പരീക്ഷ ഉച്ച കഴിഞ്ഞ് 2 മണിക്കായിരുന്നു. ഞാൻ 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏതോ ഒരു പ്രകടനം കാരണം റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. ഞാൻ 3 മണി ആകാറായപ്പോഴാ ഹോളിലെത്തിയത്. എനിക്കത് കാരണം 1 വർഷം നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും പറ്റുമോ സർ ആ 1 വർഷം എനിക്ക് തിരിച്ചു തരാൻ? ഇവർ 3 പേരും പ്രതിനിധികൾ മാത്രമാണ് യുവർ ലോർഡ്ഷിപ്പ്. ആയിരക്കണക്കിന് പേരുടെ, ലക്ഷക്കണക്കിന് പേരുടെ വെറും പ്രതിനിധികൾ. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസിന്റെ പെറ്റീഷണർ കോടതിയിലുണ്ട്. അദ്ദേഹത്തിന് ഒരു സബ്മിഷൻ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് വേണിക്കുട്ടൻ നായർ. ഒരു റിട്ടയർഡ് ഫോർമാനാണ്. ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ മലയാളി. ആര്യ എൻ്റെ പേരക്കുട്ടിയായിരുന്നു. സാധാരണ സ്വപ്നങ്ങൾ കണ്ട് നടന്നിരുന്ന ഒരു 17കാരി, ഒരു സാധാരണ മലയാളി പെൺകുട്ടി. അവൾ പോയി. അവളുടെ കൂടെ എൻ്റെ ഒരു ഭാഗവും മണ്ണിനടിയിലായി. മരണകാരണം രോഗമായിരുന്നെങ്കിൽ ഈശ്വര നിശ്ചയം എന്ന് കരുതി സമാധാനിക്കാമായിരുന്നു. പക്ഷേ അതൊരു കൊലപാതകമാകുമ്പോൾ എന്ത് പറഞ്ഞ് സമാധാനിക്കണം സാർ? ഒബ്ജെക്ഷൻ യുവർ ലോർഡ്ഷിപ്പ്. എന്റെ ഊഴം മാഡം, സാധാരണ മലയാളിയുടെ ഊഴം. അതിനേക്കാൾ ശക്തിയില്ല
നിങ്ങളുടെ ഒബ്ജക്ഷൻ വിളിക്ക്. സാർ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ വലിയ വലിയ ആളുകൾ വന്നു. ആ സംഭവം നടന്ന ദിവസം അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു എന്നാണയിട്ടു. എന്താണ് സാർ അവരൊക്കെ എന്ന് ചെയ്തത്? ഈ ജില്ലയുടെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഭരണാധികാരികളല്ലേ ഇവരൊക്കെ? ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവർ. ഗതാഗതക്കുരുക്കിനെ പറ്റി പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു എന്ന് പറയുന്ന പോലീസ് കമ്മീഷണർക്ക് നമോഭാഗം. സാർ, ഇതിനു മുമ്പും പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോഴല്ല, മുമ്പ്. ചെറിയ കോളത്തിലല്ല, 2 വരിയിലുമല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഘോഷവും ജനജീവിതത്തെ തടസ്സപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന 1997 ജൂലൈ 29 തലവാചകം. എല്ലാ 10 മിനിറ്റ് കൂടുമ്പോഴും പ്രകടനക്കാർ വഴിമാറി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും കോടതി വിധി നിലവിലുണ്ട്. ആ വിധി നടപ്പാക്കേണ്ടവരാണ് ഇപ്പറഞ്ഞ മേലധികാരികൾ. പക്ഷെ സാർ, വിറയ്ക്കും. ഒരു MLA ഒന്ന് തുറച്ചു നോക്കിയാൽ, ഒരു മന്ത്രിയുടെ നെറ്റി ചുളിഞ്ഞാൽ ഇവരുടെ മുട്ടുകൂട്ടിയിടിക്കും. സാർ, ഇപ്പോൾ ഒരു ബസ്സിലോ കാറിലോ ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ ഒരു ട്രാഫിക് ജാമിൽ കുരുങ്ങി കിടക്കുമ്പോൾ ഒരൊറ്റ മഴയിൽ തകരുമെന്ന് ഉറപ്പുള്ള റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകുന്ന നമ്മുടെ നഗരങ്ങളുടെ രക്ഷകർത്താക്കളുണ്ടല്ലോ, അവരെ ഞങ്ങൾ ശപിക്കാറുണ്ട് സാർ. മിസ്റ്റർ വേണുക്കുട്ടൻ നായർ, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ കോർപ്പറേഷൻ ഉണ്ട്. എന്താണ് മാഡം ഈ കോർപ്പറേഷൻ? ഒരു കെട്ടിടമോ? അതോ ആരാണ് ഈ കോർപ്പറേഷൻ? അതിനൊരു മുഖമുണ്ടോ, കണ്ണുണ്ടോ, ചെവിയുണ്ടോ? കുറെ പേർ കൂടിയിരുന്ന് എന്തൊക്കെയോ തീരുമാനിക്കുന്നു. എന്നാൽ ആരും ഒന്നിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലതാനും. സാർ, ഇവിടെ ഏതൊരു ഈർക്കിൽ പാർട്ടി വിചാരിച്ചാലും ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാം. തങ്ങൾ നടത്തുന്ന പ്രകടനം കുറെ നേരം ഒരു നഗരത്തെ മുഴുവൻ നിശ്ചലമാക്കി എന്നതിൽ അവർക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ആരാണ് സാർ ഇവർക്ക് ഇതിനുള്ള അവകാശം കൊടുത്തത്? ജനാധിപത്യ വ്യവസ്ഥ എന്നാണ് ഉത്തരവെങ്കിൽ അത് സാധാരണ ജനങ്ങളായ ഞങ്ങൾക്കും ബാധകമാണ്. അവരെ തടയാൻ, സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. സാർ, ഞാൻ വീണ്ടും പറയുന്നു സാർ, നടന്നത് കൊലപാതകം തന്നെയാണ്. ഞങ്ങളുടെ സമയത്തിനും ജീവനും ഒരു വിലയും നൽകാതിരുന്ന മേലധികാരികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് നടത്തിയ നരഹത്യ. ഞാനൊരു മന്ത്രിയായിരുന്നെങ്കിൽ, നേതാവായിരുന്നെങ്കിൽ, സ്വാധീനമുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ വാഹനത്തിന് അകമ്പടി സേവിച്ച് കടത്തിവിട്ടേനെ ഇവിടുത്തെ പോലീസ്. പക്ഷേ ഇതൊന്നുമല്ലാത്ത സാധാരണ ഒരു മലയാളിയാണ് സാർ ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന നേതാവിന് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ വില പോലും ഇല്ലാത്ത ഒരു സാധാരണ മലയാളി. ജോലിസ്ഥലത്ത്, സ്കൂളിൽ, വീട്ടിലെത്താൻ തിരക്കിൽ വിയർത്തൊലിച്ച് കാത്തു നിൽക്കുന്ന ഒരു സാധാരണ മലയാളി. ഞങ്ങളുടെ ക്ഷമ ഇനി പരീക്ഷിക്കരുത്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പ് നിൽക്കുന്നത്. എന്നെ പോലെ 100 കണക്കിന് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് കോടതി മുമ്പാകെ പരാതി ബോധിപ്പിക്കാൻ. ഞാൻ മാത്രം സംസാരിക്കുന്നത് കൊണ്ട് അവർ മൗനത്തിലാണെന്ന് കരുതരുത് സാർ. കാരണം മൗനം ചിലപ്പോഴെങ്കിലും പ്രതിഷേധിക്കാൻ ഭയപ്പെടുന്നവന്റെ പ്രതിഷേധമാണ്. എല്ലാവരും കൈവിടുമ്പോൾ ഞങ്ങളുടെ അവസാന അഭയസ്ഥാനമാണ് സാർ കോടതി. സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനുമുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ടെന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി മാത്രം. കൈവിടരുത് സാർ. ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം. നമ്മുടെ ഭരണഘടനയിൽ ഇതിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്, ധാരാളം. ആർട്ടിക്കിൾ 19D, റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. ഇവ രണ്ടും ആര്യ എന്ന കുട്ടിക്ക് നിഷേധിക്കപ്പെട്ടതിനാലാണ് അന്ന് നിർഭാഗ്യപരമായ ആ മരണമുണ്ടായതെന്ന് കോടതി മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു, വിധിക്കുന്നു. സാധാരണ ജനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സോഷ്യൽ ഈവിലാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ. കാലാകാലങ്ങളായി ഇതിനെതിരെ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അവ പാലിക്കപ്പെടുന്നില്ല. മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെയും പോലീസിന്റെയും
ജില്ലാ ഭരണകൂടങ്ങളുടെയും കുറ്റകരമായ അനാസ്ഥ ഇനിയും ഈ കോടതി വെച്ച് പൊറുപ്പിക്കില്ല. ജനജീവിതത്തെ ബാധിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ഒരു പ്രകടനങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടനയും നടത്താൻ പാടുള്ളതല്ല. പോലീസിന്റെ ക്രൂരമായ നിസ്സംഗത ഈ കേസിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദ ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ ഷാൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് സ്പോട്ട് അസിസ്റ്റൻസ് നൽകണമെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. സമരങ്ങളും റാലികളും പ്രകടനങ്ങളും നടത്തുന്നവർ മൂലം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാര തുക ആ പാർട്ടിയിൽ നിന്നോ സംഘടനയിൽ നിന്നോ തന്നെ ഈടാക്കും. ഈ കേസിൽ നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ ആര്യയുടെ മുത്തച്ഛൻ വേണുക്കുട്ടൻ നായർക്ക് 30 ദിവസത്തിനുള്ളിൽ നൽകാൻ പീപ്പിൾസ് മൂവ്മെന്റ് ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് KT ചന്ദ്രശേഖരനോട് കോടതി ഉത്തരവിടുന്നു. എറണാകുളം ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് സംസ്ഥാന സർക്കാർ 30 ദിവസത്തിനകം ഈ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, മനുഷ്യാവകാശ ലംഘനം, അതുമായി ബന്ധപ്പെട്ട കേസുകളെ നിയമത്തിന്റെ നൂലാമാലകളിൽ കടത്തി ദുർബലമാക്കാൻ